എല്ലാവർക്കും ആദ്യമായിട്ടൊരു ഹാപ്പി സൺഡേ നേരുന്നു. ഇത് നമ്മുടെ ചെറിയ മോനാണ് ജിവിൻ ജോ. പുള്ളി കോഴിക്കും താറാവിനും കൊടുക്കാനുള്ള ഫുഡ്, അതായത് ഗോതമ്പ് ക്രഷ് ചെയ്തതും കൊണ്ടുപോവുകയാണ്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ടും അത്യാവശ്യം വെയിലുള്ളതുകൊണ്ടും രാവിലെ എല്ലാവരും ഉഷാറായിട്ട് പുറത്തിറങ്ങിയതാണ്. മാത്രമല്ല, ഇവിടെ ഓസ്ട്രേലിയയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 14 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ ജോലിക്ക് പോവുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും സമ്പാദിക്കുകയും അതുകൊണ്ട് പഠിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതാണ് ശരിക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവരെന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളും ജോലിക്ക് പൊക്കോട്ടെ, കൂട്ടുകാരൊക്കെ പോയി തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് പോക്കറ്റ് മണി കിട്ടുകയും ചെയ്യാം, നിങ്ങൾക്കൊരു റിലാക്സ് ആവുകയും ചെയ്യും. അപ്പം ഞാൻ നോക്കിയപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് ജോലിക്ക് കൊണ്ടുപോയി വിടാനും. ഇവരുടെ ടൈം മാനേജ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ജോലിയും റിപ്പോർട്ടിങ്ങും അതിൻ്റെ കൂടെ ഇങ്ങനത്തെ പരിപാടികളും എല്ലാം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയി വിടാനും പിക്കപ്പ് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഡാഡിയുടെ കൂടെ കൂടിക്കോ, ഡാഡിയുടെ ഫാമിലെ വർക്കുകളൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾ വിചാരിക്കും വലിയൊരു ഫാമാണെന്ന്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ചെറിയ ഹോബി ഫാമാണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു, നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അത് ഫ്രീ ആയിട്ടല്ല കേട്ടോ, നമുക്ക് മണ്ണിനും നമുക്ക് ജൈവ വളത്തിനുമുള്ള പണം കിട്ടത്തക്ക രൂപത്തിലുള്ള, അല്ലാതെ ഔദാര്യമായിട്ട് ആർക്കും ഒന്നും കൊടുക്കുകയും ഔദാര്യമായിട്ടൊന്നും സ്വീകരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം എനിക്കില്ല. അതൊരു അഹംഭാവമാണെങ്കിൽ അഹംഭാവത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. എനിവേ, അപ്പോൾ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ വർക്ക് ചെയ്യൂ, അപ്പം നിങ്ങൾക്ക് ഞാൻ അവിടെ കിട്ടുന്ന പൈസ തരാം. അങ്ങനെ അവർ വർക്ക് ചെയ്യുന്നു. അവർക്കും ഒരു മാനസികമായ ഉല്ലാസം, എനിക്കും ഒരു ഹെൽപ്പ്. മാത്രമല്ല, ഇവരെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഒരുപാട് സമയം നഷ്ടം വരുന്നുള്ളൂ. അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇവർ മണ്ണിലേക്ക് ഇറങ്ങാനും മണ്ണിലൂടെ നടക്കാനും മണ്ണിനെ സ്നേഹിക്കാനും പരിപാലിക്കാനും പരിലാളിക്കാനുമുള്ള ഒരു സന്നദ്ധത ഇവരിൽ ഉടലെടുക്കട്ടെ. അതായത് പുതിയ ജനറേഷനിൽ ഞാൻ കാണുന്നത്, അവർക്ക് മണ്ണ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അലർജി ആയിട്ടാണ് തോന്നുന്നത്. വൈറ്റ് കോളർ ജോബിനോടുള്ള ഒരു പ്രതിപത്തി. അപ്പം ഞാൻ പിള്ളേരോട് പറയുന്നത്, നിങ്ങൾ എന്ത് ജോബ് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും പഠിച്ചോ, നിങ്ങൾക്കാവുന്നത്. അയലത്തെ വീട്ടിലെ അപ്പൂൻ്റെ മക്കൾ DJ പാർട്ടിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഡാൻസിന് പോകുന്നു, അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ പോകുന്നു, വാദ്യമേളത്തിന് പോകുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് അതിനോടുള്ള പ്രതിപത്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനോടുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളതിന് ചെയ്താൽ മതി. ഒരു കാര്യത്തിനും ഞാൻ അവരെ നിർബന്ധിക്കാറില്ല. അവരുടെ ഇഷ്ടം പോലെ അവർ പഠിക്കട്ടെ. അവർ ഡോക്ടറാവട്ടെ, എൻജിനീയർ ആവട്ടെ, കൃഷിക്കാരനാവട്ടെ, ലേബർ ആവട്ടെ, ട്രേഡി ആവട്ടെ, എന്തെങ്കിലും